ഞാൻ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത് തന്നെ നാളത്തെ പരിപാടിയെ പറ്റി പ്രഖ്യാപിക്കാനാണ്. നാളത്തെ പരിപാടിയുടെ പേരെന്താണ്? യങ് ഇന്ത്യ. നാളത്തെ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ മാധ്യമ സമ്മേളനത്തിൽ അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ എന്നോട് അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്തതിന്റെ കുഴപ്പമാണോ? ഞാൻ തുടങ്ങിയത് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അങ്ങയുടെ ഒരു ചോദ്യം, അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകർ കേന്ദ്ര സർക്കാരിനെ പറ്റി പിന്നീട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു സമരം നാളത്തെ സമരം പ്രഖ്യാപിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ഇല്ലെന്ന്. ഒന്ന് പറയട്ടെ, ഇനി 19-ാം തീയതി തന്നെ അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് 19-ാം തീയതി ഗ്രേറ്റ് മാർച്ച് UDYF-ന്റെ വലിയ ജനപങ്കാളിത്തമുള്ള യുവജന പങ്കാളിത്തമുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി പർട്ടിക്കുലർ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നാൽ, കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണനയെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായി, സർക്കാരിന്റെ പദ്ധതികളിൽ, രാഷ്ട്രീയമായി എല്ലാം അവഗണന കാണിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ സമ്പൂർണ്ണ അവഗണന അവരുടെ രാഷ്ട്രീയത്തോട് പ്രഖ്യാപിച്ചിട്ട് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്ന ജനതയാണ്. പാലക്കാടല്ലേ ഈ പത്രസമ്മേളനം നടക്കുന്നത് അല്ലേ? പാലക്കാട് ഞാൻ പൂർത്തീകരിച്ചിട്ട് പാലക്കാട് ഈ മാധ്യമ സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാലോ, BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ ഓഫീസിന് താഴിട്ട് പൂട്ടി MLA-യുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമ സമ്മേളനം നടത്തുന്നത്. നമുക്ക് അവർ പറയുമ്പോൾ കേന്ദ്ര അവഗണനയുണ്ട്, കൃത്യമാണ്, വളരെ കൃത്യമാണ്, സ്പെസിഫിക് ആണ്. കേന്ദ്രം അവഗണിക്കുന്നുണ്ട് കേരളത്തെ, ഒരു തർക്കവും കാര്യത്തിലില്ല. പക്ഷേ അത് മാത്രമല്ല കാരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. കേന്ദ്രവും മോശമാണ്, സംസ്ഥാനവും മോശമാണ് നാട്ടിലെ ജനങ്ങളോടുള്ള കാര്യത്തിൽ. പൂർത്തീകരിച്ചോട്ടെ. ഇപ്പൊ പെൻഷന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന മറുപടി എന്താ? സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ പറയുന്ന മറുപടി പണമില്ല. ശരിയല്ലേ? എന്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ വന്ന അന്നും ബൈക്കിന്റെ പെട്രോൾ അടിച്ചപ്പോ 2 രൂപ കൊടുത്തില്ലേ 1 ലിറ്ററിന്? എന്തിനാ കൊടുത്തത്? സെസ്സല്ലേ കൊടുത്തത്? ആർക്കാ കൊടുത്തത്? സംസ്ഥാന സർക്കാരിനല്ലേ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? പെൻഷന് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? സാമൂഹ്യ ക്ഷേമ പെൻഷൻ. അന്ന് സെസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ സമരം ചെയ്ത പറഞ്ഞതാ, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം കണ്ടെത്തുമ്പോൾ ഞങ്ങളെതിരെ സമരം ചെയ്യുന്നു ചോദിച്ചു. നമ്മൾ 2 രൂപ വെച്ച് കൊടുത്തിട്ട് ആ പണം എടുത്തിട്ട് ഇവരെന്താ ചെയ്തത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണ്ടിപ്പരിപ്പും മുന്തിരിക്കയും കഴിക്കാൻ വേണ്ടിയിട്ട് നവകേരള സദസ്സ് നടത്തി. ആ പണത്തിൽ നിന്ന് തർക്കമുണ്ടോ? അപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഇവരിങ്ങനെ, നമ്മൾ കണ്ടതല്ലേ ഒരു സ്റ്റൂവ്, സാധാരണ ഈ കറിക്കകത്ത് 1-2 അണ്ടിപ്പരിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പിന്റെ കൂട്ടത്തിലേക്ക് കറി ഒഴിക്കുന്ന ആദ്യത്തെ കറി ഞാൻ കണ്ടത് നവകേരള സദസ്സില. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത കോഴിക്കോട്ട് ഒരു അംഗപരിമിതൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആത്മഹത്യ ചെയ്തു അല്ലേ? ഇഷ്യൂ ആണ് സർ, ഞങ്ങളത് റേസ് ചെയ്യും. അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരെ, ഇപ്പൊ BJP-ക്ക് എതിരായിട്ട് പോരാട്ടം നടത്താൻ ഞങ്ങളായിരുന്നു പഠിപ്പിക്കണം. ഇന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞെന്താ? ഞങ്ങളുടെ 1ാമത്തെ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ഇതുവഴി പോകാൻ പാടില്ല, അതുവഴി തന്നെ പോയി. ആളുകളെ കാണരുത്, ആളുകളെ കണ്ടു, പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോയി. അങ്ങനെ പ്രത്യക്ഷമായി സമരം ചെയ്യുന്ന ആളാ. അല്ലാതെ ഞങ്ങള് പ്രധാനമന്ത്രി വരുമ്പോഴത്തേനും അയ്യോ മോദിജി എത്തിയോ, എന്നാ മന്ത്രി മാറിയിരിക്കും, ഞാൻ തന്നെ പോയി തൊഴുതേക്കാം എന്ന് പറയുന്ന ലൈൻ ഞങ്ങൾക്കില്ല. ഡയറക്റ്റ് ഫൈറ്റ് ആണ് BJP-യുമായിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസിന്. ആ ഫൈറ്റ് കേരളത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സമരം നടത്തുമെങ്കിൽ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ MLA-മാരുടെ സംഘം ഡൽഹിയിൽ സമരം നടത്തുന്നുണ്ട്. അതിനോട് യൂത്ത് കോൺഗ്രസും ഐക്യപ്പെടുന്നു. അല്ല, ഈ MLA-മാരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്ന ഡിമാൻഡ് നമുക്കറിയില്ലല്ലോ. ഇനി കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡാണോ നമുക്കറിയില്ലല്ലോ. കേരളത്തിന്റെ ഡിമാൻഡാണോ മകളുടെ ഡിമാൻഡാണോ നമുക്കറിയില്ല. എന്തായാലും വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഡിമാൻഡിനേക്കാൾ പ്രധാനം മകളുടെ ഡിമാൻഡ് ആയതുകൊണ്ട് ഒരുമിച്ച് പോയാലും ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് പറയും ഇതൊന്നും കുഴപ്പമില്ല, ജനങ്ങളുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ല, മറ്റേ ഒന്ന് സോൾവ് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെയാണ് വിശ്വാസം. BJP-ക്ക് എതിരായിട്ടുള്ള ഒരു ഫൈറ്റ്, BJP-ക്ക് എതിരായിട്ടുള്ള ഫൈറ്റിൽ സ്റ്റേറ്റിനോടൊപ്പം ഞങ്ങൾ നിന്നിട്ടില്ലേ? നിങ്ങൾ മറന്നുപോയോ ലക്ഷദ്വീപിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ ഒരു നയം പ്രഖ്യാപിച്ചപ്പോ ഈ രാജ്യത്താദ്യം അതിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ സംസ്ഥാനം കേരള അല്ലേ? അത് പറഞ്ഞ ആളാരാ? കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയല്ലേ പറഞ്ഞത്? ഇനി അതിനുശേഷം കർഷക നിയമം, ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കർഷക നിയമത്തിനെതിരായിട്ട് ആദ്യം പ്രമേയം പാസ്സാക്കിയത് കേരളത്തിലല്ലേ? ആരാ പറഞ്ഞത്? കോൺഗ്രസ് അല്ലേ പറഞ്ഞത്? അന്ന് KC ജോസഫ് എന്ന് പറയുന്ന മുൻ നിയമസഭാ സാമാജികന്റെ പ്രസംഗം ഉണ്ട്, അന്നെടുത്ത് വെച്ച് വായിക്കണം. അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്ന പേരെടുത്ത് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്തില്ല.
കേന്ദ്രത്തിനെതിരായിട്ടൊരു സമരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ഒരുപാട് മടി കനം കൂടിയിട്ട് എഴുന്നേക്കാൻ പാടില്ലാത്തൊരു മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വഴിയിലൊക്കെ പേടിക്കണം. വഴിയിൽ എല്ലാവരും പേടിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. വിജയൻ കോംപ്രമൈസ് ചെയ്തിട്ട് വന്നാൽ എത്ര വിഷയത്തിൽ ഞങ്ങൾ വിജയനോടൊപ്പം നിന്നു. ഇന്നിപ്പോ ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. ഇതുപോലൊരു നയപ്രഖ്യാപന വിവാദം ഉണ്ടായിട്ടില്ലേ അങ്ങയുടെ ഓർമ്മയിലേക്ക്? ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ നടത്തില്ല എന്ന് ഗവർണർ പറഞ്ഞു. ജ്യോതിലാലായിരുന്നോ ജയതിലക്കായിരുന്നു? ഉദ്യോഗസ്ഥന്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് തിരുത്താം. ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയില്ലെങ്കിൽ നയപ്രഖ്യാപനം നടത്തില്ല എന്ന് കേരളത്തിന്റെ BJP കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ പ്രതിപക്ഷം എന്താ സ്റ്റാൻഡ് എടുത്തത്? ഒരു കാരണവശാലും മാറ്റി കൊടുക്കരുത്, നിങ്ങൾ ധൈര്യമായി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോലും അറിയാതെ ആ ഉദ്യോഗസ്ഥനെ മാറ്റി അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് ഒരു തളികയെ വെച്ച് കൊടുത്തില്ലേ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാൽച്ചുവട്ടിൽ? ഹരിയസ് കർത്ത ഒരു RSSകാരനെ ഗവർണർ രാജ്ഭവനിൽ നിയമിക്കുവാൻ പോയപ്പോ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ആദ്യം ഗവൺമെന്റ് അത് സമ്മതിച്ചു. പിന്നീട് ഏത് പോയിന്റിൽ അത് കോംപ്രമൈസ് ചെയ്തത്? ഇനി തിരിച്ച് കണ്ണൂർ വിസിയുടെ വിഷയത്തിൽ അത് ക്രമവിരുദ്ധമാണ്, ചട്ടങ്ങളുടെ ലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഗവർണർ ആദ്യം പറഞ്ഞു നിയമിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഏത് കോംപ്രമൈസിംഗ് പോയിന്റിലാണ് നിയമിച്ചത്? എന്താ എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞത്? എടുത്ത് തോട്ടിൽ കളഞ്ഞില്ലേ VC-യെ? അപ്പൊ അതുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും കൊള്ളുകയും ചെയ്യുന്നത് ഏതെല്ലാം പോയിന്റുകളിലാണ് കൺസെൻസസിൽ എത്തുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വിശ്വാസമില്ല. കേരളത്തിലെ CPM ഈ നാട്ടിലെ ജനത്തിന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാതെ ഞങ്ങൾ കയറി. കേന്ദ്രത്തിനെതിരായിട്ടുള്ള നാളത്തെ സമരത്തിന്റെ പ്രത്യേകത, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെയാണ് റിപ്പബ്ലിക്. ഈ രാജ്യത്ത് ഒരുപാട് മഹാരഥന്മാരായ മനുഷ്യന്മാർ നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം. ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഫാഷിസമായി മാറിക്കൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന പേരും എസൻസും വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് ഇന്ത്യ റെലവന്റ് ആകണം, ഇന്ത്യയുടെ എസൻസ് റെലവന്റ് ആകണം, ഫാഷിസം തോൽക്കണം എന്ന മുദ്രാവാക്യം തന്നെയാണ് അതിനകത്ത് എല്ലാം കവർ ചെയ്യപ്പെടുന്നത്. ഈ രാജ്യത്ത് ഭരണഘടന നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിരന്തരമായി RSSകാരൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജിഗ്നേഷ് മേവാനി. അതുകൊണ്ടാണല്ലോ ജിഗ്നേഷ് മേവാനിയെ തന്നെ ചൂസ് ചെയ്യുന്നത്.